ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി മട്ടൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ചപ്പാത്തിയുടെയും പത്തിരിയുടെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മട്ടൻ പീസസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആദ്യം തന്നെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. പിന്നെ 5-6 പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുക. പച്ചമുളക് ചേർക്കുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഒരു വലിയ സവാള ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഒപ്പം തന്നെ ഒരു വലിയ തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കുക. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഞാൻ കറക്റ്റ് വിസിലിൻ്റെ എണ്ണം പറയുന്നില്ല, കാരണം അത് ഓരോ കുക്കറിൻ്റെ മാറ്റത്തിനനുസരിച്ചിട്ടും പിന്നെ അതുപോലെ തന്നെ മട്ടൻ്റെ വേവിനനുസരിച്ചിട്ടൊക്കെ മാറ്റം ഉണ്ടാവും. അപ്പോൾ ഞാനൊരു 7 വിസിൽ വന്നതിന് ശേഷം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ മട്ടനൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/4 കപ്പ് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ഒപ്പം തന്നെ 10 ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുരുമുളക് ചേർക്കുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി, നന്നായിട്ട് പേസ്റ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഒരു കടായി ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഇനിയിപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം ഇതിലുള്ള വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തന്നെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കിയെടുക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മട്ടൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പത്തിൻ്റെയും പത്തിരിയുടെയും കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്